സ്റ്റാർ മാജിക് തിരിച്ചു വരുന്നുണ്ട്. ഈവൻ ചെന്നൈയിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും പലരും വന്ന് ചോദിക്കുന്നത് എന്തിനാ ഷോ നിർത്തിയത്. പലരും പറയുന്നത് പഴയ എപ്പിസോഡ് പിന്നെയും പിന്നെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇനി തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ട് മടുത്തില്ല എന്ന് വരെ ഞാൻ ചോദിച്ചു. ഞാനൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ജഗതി ചേട്ടന്റെയും അങ്ങനെയുള്ള ഒരുപാട് കോമഡി പഴയതിരുന്ന് കാണാറുണ്ട്. പല സമയത്ത് സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കണ്ടോ അതിലുള്ള കോമഡി ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറയും. സീരിയൽ കാണുന്ന പ്രേക്ഷകർ കൂടി, അതിനാണ് കൂടുതൽ റേറ്റിംഗ്. മാത്രമല്ല അതിന് സ്പെൻഡ് കുറവാണ്. ഒരു ഷോ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കും. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്ത് ഡയറക്ഷൻ തന്നെയല്ലേ? പിന്നെ വാക്കിങ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കുറച്ച് പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. 2-3 പേര് ഇപ്പോഴും പടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട്. സരിഗമപ്പ ചെയ്യുന്നോണ്ട് ചോദിക്കണം, നല്ല പാട്ടുകാരനാണോ അനൂപേട്ടൻ? അയ്യോ, പാട്ട് പാടത്തേ ഇല്ല. പിന്നെ ഒരു മൂളെങ്കിലും ചെയ്യൂലോ. പറ്റില്ലേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആയിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചേട്ടന്റെ ലൈഫിൽ വന്നേക്കുന്ന ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ ഉണ്ടാവുമല്ലോ? അപ്പൊ എന്തൊക്കെ നമ്മൾ കളിച്ച് ചിരിച്ച് നടന്നാലും ഇപ്പൊ വേറൊരു ചാനലിൽ ഇപ്പൊ ഒരുപാട് ചാനൽസ് ചേട്ടൻ ഷോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആസ് എ ഷോ ഡയറക്ടർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും ചേട്ടൻ? മെയിൻ ചലഞ്ച് പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ, പുതുമ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ. പക്ഷെ ഒരുപാട് ഫോർമാറ്റുകളും എല്ലാം കേരളത്തിൽ വന്നു. എല്ലാം പുതിയ ഒരുപാട് ആൾക്കാർ പരീക്ഷിച്ചു, ട്രൈ ചെയ്ത് നോക്കി. ഇനി എന്ത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ ടെലിവിഷനിൽ തന്നെ വ്യൂവേഴ്സ് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇപ്പോ ടോട്ടലി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഷോസിനൊക്കെ TRP വളരെ കുറവാണ്. പലരും ടെലിവിഷനിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 7 മണിക്ക് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ 7 മണിക്ക് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോ ഇപ്പൊ അവൈലബിൾ ആണല്ലോ, ഒന്നല്ലെങ്കിൽ OTT-ലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ആൾക്കാരുടെ പ്രയോറിറ്റി ഒക്കെ മാറി തുടങ്ങി. അപ്പോ അവരിലേക്ക് ഹുക്ക് ചെയ്യുന്ന എന്ത് സംഭവം കൊടുക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ പണ്ടത്തെ പോലല്ലോ, ഇപ്പൊ ഓൺലൈനിൽ ഒരുപാട് പേര് കോണ്ടന്റ് ചെയ്യുന്നു. എല്ലാവരും ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ പണ്ടൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമായിരുന്നു ആൾക്കാർക്ക്. ഇപ്പൊ ഒരു ഷോ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാം, ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ. ഇപ്പൊ ആ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരത് ചെയ്ത് കാണിക്കുകയാണ്. ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. അപ്പൊ കണ്ടന്റ് ഇപ്പൊ കുറച്ച് ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാമ്പിളിങ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് വെറൈറ്റി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. അതെ, ഇപ്പൊ മ്യൂസിക്കൽ ഷോ തന്നെ കുറേ ഉണ്ട്. നമ്മുടെ ഒരു ടെലിവിഷൻ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ട് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചാനൽസിൽ പല ടൈപ്പിലുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചേട്ടൻ ചെയ്തിരിക്കുന്നത് സരിഗമപ്പയാണ്. അപ്പം അതിലിപ്പോ രഞ്ജിനി ചേച്ചിയാണ് അല്ലേ? എനിക്കൊന്ന് കുറെ നാളിന് ശേഷമാണ് രഞ്ജിനി ചേച്ചി. അതെ, ഞാന് സ്റ്റാർ സിംഗർ ഒരു 3 സീസണോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്റെ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പീക്ക് ടൈമിൽ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് മനോരമയിലേക്ക് പോകുന്നത്. ആ ടൈമില് രഞ്ജിനിയായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. രഞ്ജിനി പിന്നെ അതിനുശേഷം ഒരു മ്യൂസിക്കൽ ഷോ ചെയ്യുന്നത് ഇപ്പൊ സരിഗമ ഓൾറെഡി ഒരു ഫോർമാറ്റഡ് ഷോ ആണ്. അത് കുറെ പല ലാംഗ്വേജിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തു വന്ന് ഇവിടെ അതേ ഫോർമാറ്റിൽ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഷോ ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നല്ല കോണ്ടസ്റ്റൻസിനെ കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യമാണ്. ഒരു ഫോർമാറ്റഡ് ഷോയില് നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാനില്ല, പുതിയൊരു ഫോർമാറ്റ് കൊണ്ടുവരാനോ ഒന്നുമില്ല. അതിനകത്തുള്ള ആൾക്കാരുടെ ആ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ചേട്ടന് കൂടുതൽ താല്പര്യം ചേട്ടന്റെ തന്നെ ഐഡിയാസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഷോയിനോടാണോ അതോ ഇങ്ങനെ ഫോർമാറ്റഡ് ഷോസ്? വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ, ഫോർമാറ്റഡ് ഷോ ആണ് അങ്ങനെ ഇരിക്കാതാണോ? എങ്ങനെ? ആക്ച്വലി ഫോർമാറ്റഡ് ഷോ ചെയ്യാൻ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. ഒരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ ഒരു ഡിഫറെന്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഒരു പുതിയ സംഭവം ചെയ്തെടുക്കാന്ന് ഡിഫറെന്റ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തത് മുഴുവൻ പുതിയ ഫോർമാറ്റുകളാണ് പരീക്ഷിച്ചത്, സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് ഏറ്റവും എളുപ്പം. കാര്യം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം.
ഫോർമാറ്റഡ് ഷോ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ആ ഫോർമാറ്റുകൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അതിലേക്കൊന്നും ചിലപ്പോൾ കമ്പനി താല്പര്യപ്പെടുന്നു എന്ന് വരില്ല. ഇപ്പൊ സരിഗമ തന്നെ നമ്മൾ ചെയ്യാൻ നേരത്തെ ഒരുപാട് അതിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. കാര്യം ഒരുപാട് പേര് കണ്ട് അതേപോലെ തന്നെ 3-4 സീസണായി അതുപോലെ തന്നെ ചെയ്യണോ നമുക്ക് പുതിയൊരു ഫോർമാറ്റിലൂടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. കാരണം എനിക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ പറഞ്ഞു, ഈ പഴയ ഷോയിലേക്ക് തന്നെയാണോ നമ്മൾ പോകുന്നത് എന്ന്. പിന്നെ ആൾക്കാർക്ക് എപ്പോഴും വേണ്ട പുതുമയാണ്. ഒരു പുതിയ ഷോ വന്നാൽ എങ്ങനെയാലും ആൾക്കാർ പോയി അതിനകത്ത് സാമ്പിൾ ചെയ്യും, ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഹുക്ക് ചെയ്യും, അവരത് കാണും. അപ്പോൾ പുതുമ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഒരു പുതിയ ഫോർമാറ്റ്, സ്വന്തമായിട്ട് ഫോർമാറ്റ് ഉണ്ടാക്കി ചൈനയിലാണ് എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം. ഇപ്പൊ പണ്ടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടിവിയിൽ ആങ്കർ ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഒരു ആങ്കർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്താ ഒരു ആക്ടർ ആയി കഴിഞ്ഞാൽ ഫിലിമിൽ കാണിക്കുക എന്ന് പോലെ ഒരു ആങ്കർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിവിഷൻ ഹോസ്റ്റ്, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്താ പറയുക നമ്മുടെ ആഗ്രഹം സബലീകരിച്ച പോലെ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ച്, ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പൊ സാറ്റലൈറ്റിലായിക്കോട്ടെ ഫ്രഷേഴ്സിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ നൽകി ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ചേട്ടൻ ഒരുപാട് പേർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പലരെയും ചേട്ടന്റെ ഷോയിലൂടെ അല്ലെങ്കിൽ ചേട്ടൻ ചെയ്ത ഓരോ വർക്കിലൂടെയും ഭയങ്കര ഫേമസ് ആയിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു ചേട്ടന്? ഇല്ല, നമ്മളൊരാളെ അതിനൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ എക്സാമ്പിൾ സ്റ്റാർ മാജിക്കിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പുതിയ ആൾക്കാരോ ഒന്നുമല്ല, അവര് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് അവരെ ഗ്രൂം ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കൃത്യമായിട്ട് ഇപ്പൊ ഒരു സിനിമയില് ഒരു അച്ഛനമ്മ മകൾ അതുപോലുള്ള രീതിയിൽ നമ്മൾ ഓരോ ഷോയിലും അതുപോലെ കാസ്റ്റ് ചെയ്യണം. ഞാൻ എന്റെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ക്യാരക്ടറിന് വേണ്ടി അവരെ ഗ്രൂം ചെയ്ത് മോൾഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അവരതെടുത്ത് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ ഇരിക്കും അവര് ഹിറ്റ് ആവുന്നതും എല്ലാം. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കാം, ഇതെങ്ങനെയാണ് പോവേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് കൊടുക്കുന്ന ഫീഡുകൾ കൊടുക്കാം. എന്റെ ടീമിനെ വെച്ച് ഞാൻ ഫീഡുകൾ കൊടുക്കുന്നു. ബട്ട് സ്റ്റേജിൽ കയറി ബാക്കിയെല്ലാം ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ അതെ. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഫേവറേറ്റ് ഷോ ഡയറക്ടറിന്റെ കൂട്ടത്തിൽ അനൂപേട്ടന്റെ ഒരു പേര് മിക്കവരും തരും. നമ്മുടെ തന്നെ ഇന്റർവ്യൂസിലൊക്കെ വരുന്നവരോടൊക്കെ, ഇപ്പൊ സ്റ്റാർ മാജിക്കിലുള്ളവരോടൊക്കെ അല്ലെങ്കിൽ ചേട്ടനായിട്ട് കണക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തവരോടൊക്കെ ഭയങ്കര എന്താ പറയാ ലൈറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ വലിയ റേസ് ആവുമോ അങ്ങനെ ഒന്നുമില്ല? അങ്ങനെ ചൂടാകാത്ത പ്രകൃതമാണോ ആസ് എ ഷോ ഡയറക്ടർ? റേസ് ആവുന്ന വെച്ചാൽ നമ്മള് ഒരാളുടെ അടുത്ത് കോണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റേസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ല. നമുക്ക് എന്ത് രീതിയിലാണ് അത് വേണ്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം. പിന്നെ വെച്ച് കഴിഞ്ഞാല് റേസ് ആവേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ ഇത്രയും വലിയൊരു ക്രൂ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവേണ്ടി വരും. നമുക്കൊരു ലൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല പ്രൊഡക്ഷൻ. അതിനകത്ത് കുറച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് ഷാർപ്പായിട്ട് നിന്നാലേ ആ പ്രൊഡക്ഷൻ നന്നാവും. വലിയ പ്രൊഡക്ഷനിൽ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഈ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഒരു ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോ ഡയറക്ടർ ഈസി ടാസ്ക് അല്ലേ, ഒരു മൈക്കിൽ ഇരുന്നിട്ട് വെറുതെ കട്ടും ആക്ഷൻ മാത്രം പറഞ്ഞാൽ പോരെ, ബാക്കി കുറെ പേരുണ്ടല്ലോ അങ്ങനെയൊക്കെ. സത്യത്തിൽ അങ്ങനെയാണോ അനൂപേട്ട? നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് ആക്ച്വലി ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഷോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആണോ, റിലാക്സ്ഡ് മൂഡാണോ? അല്ല, റിലാക്സ്ഡ് മൂഡ് അല്ല. നമ്മള് ഇപ്പൊ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലോ. നമ്മൾ അതിന്റെ ബാക്കിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്ത് ഇപ്പൊ ഒരു ഷോ ഒക്കെ ചെയ്യണമെങ്കിൽ 2-3 മാസം അതിനു വേണ്ടി പ്രീ പ്രൊഡക്ഷൻ ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ നമ്മളൊരു ടീമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം അത് ഷൂട്ട് കഴിഞ്ഞാലും ആർട്ടിസ്റ്റിനൊക്കെ വീട്ടിൽ പോവാം. നമുക്ക് അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് എഡിറ്റ് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്യണം, ഓൺ എയർ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞാലേ നമ്മളുടെ ജോബ് അവിടെ തീരുന്നേ ഉള്ളൂ. പക്ഷെ തീരുന്നില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ഷോ ആണെങ്കിൽ നമ്മളൊരു 6-7 കൊല്ലം ഷോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഡെയിലി. അപ്പോ ഒട്ടും ഈസി ആയ ടാസ്ക് അല്ല. നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. അതിനു വേണ്ടി നമ്മളുടെ പല കാര്യങ്ങളും അതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. പക്ഷെ അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറി നിൽക്കും. അതെ, ചേട്ടന് ആ ഒരു പാഷൻ നല്ലോണം ഉണ്ടെന്ന് തോന്നണം അല്ലേ? ലൈക്ക് ഷോ നമ്മള് ഒരു പാഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ഷോ ചെയ്തോണ്ടിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ 2-3 ഷോ ചെയ്ത് അതിന് മതി എന്ന് പറയാം.
ഇപ്പോഴും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. അതെ. മാത്രമല്ല ഇപ്പോഴത്തെ പല ആൾക്കാരും യങ് ജനറേഷനിലെ ആൾക്കാർ പല കോൺസെപ്റ്റുകളായിട്ട് വരാറുണ്ട്. നമുക്കിത് ചെയ്തു വർക്കൗട്ട് ചെയ്തോ, ഞാൻ അവരെ കൂടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. വർക്കൗട്ട് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ അവരെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഡക്റ്റ് വരട്ടെ. ഇനിയിപ്പോ അടുത്ത ഒരു ജനറേഷൻ വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ വരണല്ലോ. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ പല ചാനൽസ്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ TV വ്യൂവേഴ്സിന്റെ വ്യൂവർഷിപ്പ് കുറഞ്ഞു. ഇപ്പൊ പലരും നമ്മുടെ സാറ്റലൈറ്റിൽ ഒരു പ്രോഗ്രാം വെച്ചാൽ കാണണം എന്നില്ല. ഇപ്പൊ പല സാറ്റലൈറ്റ് ചാനൽസും സീരിയൽസ് മാത്രമായി കോൺസെൻട്രേഷൻ ചെയ്യുന്നു. പലരും ഇങ്ങനത്തെ ഷോസ്, ഇപ്പൊ മ്യൂസിക് ഷോ ആയിട്ട് ഡാൻസ് ഷോ ആയിട്ട് ഇങ്ങനത്തെ ഷോസ് കുറച്ച് മൊത്തം സീരിയൽസ് ആകുമ്പോഴത്തേനും ഏജ്ഡ് ആയിട്ടുള്ള കാറ്റഗറി കാണും എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞാണ് പല. അതിനോട് എങ്ങനെയാണ് ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റിൽ ഇപ്പം എല്ലാവരും ഫിക്ഷനിലേക്കൊക്കെ പോകുന്നത് കൂടുതലും ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ സീരിയൽസ് കാണുന്നു. സീരിയൽ കാണുന്ന പ്രേക്ഷകർ കൂടി, അതിനാണ് കൂടുതൽ റേറ്റിംഗ്. മാത്രമല്ല അതിന് സ്പെൻഡ് കുറവാണ്. ഒരു ഷോ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ആണ്. ഒരു സീരിയൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യണം, കൂടുതൽ വർക്ക് ചെയ്യണം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഫിക്ഷൻ ആണ്. ചെറിയ എമൗണ്ടിൽ ഫിക്ഷൻ ഷൂട്ട് ചെയ്യുന്നു, അതിന് റേറ്റിംഗ് വരുന്നു. അപ്പൊ വീട്ടമ്മമാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഫിക്ഷൻസ് ആണ്. പിന്നെ റേറ്റിംഗ് വൈസും പിന്നെ സെല്ലിങ് ആംഗിളിലൊക്കെ നോക്കുമ്പോഴും അത്രയും എമൗണ്ട് തിരിച്ചു വരുന്നില്ല, പ്രോഫിറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സീരിയൽസ് എല്ലാം എല്ലാ ചാനലുകാരും സീരിയൽ എടുക്കും. പക്ഷെ ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ നോൺ ഫിക്ഷൻ ചെയ്യുന്നു, ഒരുപാട് റീച്ച് ഉണ്ടാവുന്നു, ഒരുപാട് പേര് കാണുന്നു. അപ്പൊ ഫ്ലവേഴ്സ് മാത്രമാണ് അതിൽ കുറച്ച് മാറ്റി ചിന്തിച്ചത്. അല്ല, മെയിൻ ഒരു ഘടകം സ്റ്റാർ മാജിക് ആയിരുന്നല്ലോ. സ്റ്റാർ മാജിക് ഒരു പാട്ടാണ്, ഒരുപാട് റീച്ച് ഉണ്ടാക്കിയ ചാനലിന്, ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ഷോയും കൂടെ അത് പോയി. അതെ. നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാ ബാക്കി ചാനൽസ് കോമ്പറ്റീഷൻ ഉണ്ടോ? ബാക്കി കുറെ ചാനൽസിൽ ഷോ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ എങ്ങനെ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കോമ്പറ്റീഷനും അങ്ങനത്തെ സ്പിരിറ്റിലുള്ള ആൾക്കാരാണോ? കോമ്പറ്റീഷൻ ചാനലുകൾ തമ്മിലുണ്ട്, പക്ഷെ അങ്ങനെ ഷോ ഡയറക്ടേഴ്സ് തമ്മിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ മിക്കവാറും ചാനലിലെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് എനിക്ക്. അവരായിട്ട് സംസാരിക്കാറുണ്ട്, ഞങ്ങൾ പുറത്ത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളത് പരസ്യമാക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഓഫീസ് സീക്രട്ട് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ആഫ്റ്റർ ഓൾ എല്ലാവരും ഹ്യൂമൻ ബീങ് ആണല്ലോ. ചാനൽ വിട്ട് ഇറങ്ങിയാലും നാളെ പുറത്ത് എല്ലാവരും വെച്ച് കാണേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ മാക്സിമം എന്നെ അറിയുന്ന, മാത്രമല്ല ഇത്ര നാളത്തെ ചാനൽ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് പേര് നമ്മൾ ഇപ്പൊ ഇൻ ടച്ച് ആയി. ഇപ്പൊ ഞാനൊരു ചാനലിൽ 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്തതാണ് ഫ്ലവേഴ്സിൽ. പിറ്റേ ദിവസം വേറെ ചാനലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെ വെച്ച് പുറത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കേണ്ടി വരും. അവരായിട്ട് കൂടുതൽ പേഴ്സണലായിട്ട് ഇതിനകത്തൊരു റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതൊരു കമ്പനി മാറിയെന്ന് വിചാരിച്ചിട്ട് ചേഞ്ച് ചെയ്യണതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പൊ ചെന്നൈ സരിഗമപ്പയില് ചെന്നൈ സ്റ്റോറീസ് ഒക്കെ ചെന്നൈയിലാണോ ഷൂട്ട്? എപ്പോഴും നിങ്ങൾ ഒരു ട്രിപ്പ് മൂഡ് പോലെ എപ്പോഴും ഇങ്ങനെ സ്റ്റോറീസ്? ചെന്നൈയിലാണ്. ഇപ്പൊ കൊച്ചിയില് ഫ്ലോർ അവൈലബിലിറ്റി കുറവായിരുന്നു. അപ്പൊ ചെന്നൈയിൽ തമിഴ് ഷൂട്ട് ചെയ്ത അതേ സെറ്റിലാണ് സരിഗമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മലയാളം. അപ്പൊ ആ ഒരു അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യണം എല്ലാ മാസവും. ഒരു ചെന്നൈ ട്രിപ്പ് ഉണ്ടല്ലേ? അത് അവിടെ തന്നെയാണോ? അല്ല, നമ്മള് ഷൂട്ട് ബാക്കിയെല്ലാം പ്ലാനിങ് ഇവിടെ നടത്തും, ഷൂട്ട് അവിടെയാണ്. പക്ഷെ പാട്ടിന് അത് എത്രമാത്രം അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വോക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ട്രാവല് എല്ലാം ആക്ച്വലി കൊച്ചി തന്നെ നടത്തുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ. ഇപ്പൊ ഒരു ഗ്രൂപ്പ് വർക്ക് ആകുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ പലർക്കും നമുക്ക് എത്രമാത്രം അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് 2 ദിവസം യാത്ര ചെയ്ത് അവിടെ ചെന്ന ആൾക്ക് ചിലപ്പോ ക്ലൈമറ്റ് മാറുമ്പോൾ സൗണ്ട് മാറും, പാടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളും കുറച്ച് ഡെസ്പാവും, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പുതിയ ഓപ്പർച്യൂണിറ്റിന് വേണ്ടി ഞാൻ സീക്രട്ടിൽ റിസൈൻ ചെയ്തു. അപ്പൊ എന്താണ് പുതിയ ഓപ്പർച്യൂണിറ്റി? ഫിലിമിലേക്കാണോ? എങ്ങനെയാണ്? ഉണ്ട്, ഫിലിം ഡെഫിനറ്റ്ലി ഉണ്ട് നമ്മുടെ ഒരു സൈഡിൽ.
ഇപ്പൊ ഫിലിം അല്ല, നമ്മൾ വേറെ കുറച്ച് വെഞ്ചറുണ്ട്. നമ്മൾ കുറെ നാൾ മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. അത് പറയാറായിട്ടില്ല. അത് നമ്മൾ വീണ്ടും ഒരു ദിവസം കാണുമ്പോൾ സംസാരിക്കും. അതെ. സാറ്റലൈറ്റ് ആണോ എങ്ങനെയാ? പുതിയ ഉണ്ട്, എല്ലാം ഉണ്ട്. സാറ്റലൈറ്റ് ഓൺലൈൻ എല്ലാം ഉണ്ട്. ഓക്കെ, ഞങ്ങളൊക്കെ അങ്ങ് നോക്കിക്കോളൂ കേട്ടോ. പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കേട്ടോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ മുൻപന്തിയിൽ വെച്ചേക്കണം. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഇനി പ്രിപ്പറേഷൻസും കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലേ അപ്പൊ ഒരു ഇത്രയും ചാനൽസ് ഇങ്ങനെ കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഞാൻ ചോദിക്കുക, ഏത് ചാനലായിട്ട് കുറച്ച് ഇമോഷണലി കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയേക്കുന്ന ഒരു ചാനലുണ്ടോ പേരെടുത്ത് പറയാൻ പറ്റിയ? ഇമോഷണലി കണക്ഷൻ കമ്പനിയോടല്ല, നമുക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാരോടായിരിക്കും. അതെ അതെ, കമ്പനിയോടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മളവിടെ നല്ല രീതിയിൽ ആരൊക്കെ ഡീൽ ചെയ്തു, നമ്മളെങ്ങനെ നല്ല ടേക്ക് കെയർ ചെയ്തു, എങ്ങനെയാണ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇപ്പോഴും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നമ്മള് ഏത് ചാനലാണോ നല്ലത് എന്ന് തീരുമാനിക്കേണ്ടത്. മനസ്സിലായി. അപ്പൊ ഞാൻ പല ചാനലിലും പോയി, പല സ്ഥലങ്ങളിലും പലരും ഉണ്ട്. ഇപ്പൊ പലരും അവിടെ ഇല്ല. ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റത്തില്ല ഏത് ചാനലോട് ഇഷ്ടമെന്ന്. വ്യക്തികളെ ചോദിച്ചാലോ, ഏത് കുറച്ചും കൂടെ ചേട്ടന് മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആസ് എ ഷോ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ചേട്ടനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ മോൾഡ് ചെയ്തു എന്നൊക്കെ ചേട്ടൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ പറയും? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതിപ്പോഴും പുതിയ ജോയിൻ ചെയ്യാൻ പോണ കമ്പനിയിലെ ബോസ് തന്നെയാണ് അനിൽ അരൂർ എന്ന് പറയും. പുള്ളിയായിട്ട് ഒരു 15-18 കൊല്ലമുള്ള ഒരു റിലേഷനാണ്. മോർ ദാൻ എ ബോസ്. ഞങ്ങൾ എപ്പോഴും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും കാര്യങ്ങള്. ബട്ട് വർക്ക് വരുമ്പോ കറക്റ്റ് ബോസ് തന്നെ ആയിരിക്കും അദ്ദേഹം. പക്ഷെ നമുക്ക് എന്തും തുറന്നു പറയാം. നമുക്കൊരു ഇപ്പൊ ഞങ്ങളൊക്കെ ഗ്രൂം ചെയ്യണത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ എങ്ങനെ പോകുന്നു, ഇപ്പൊ ഒരു കോണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് ചെല്ലുമ്പോ അതങ്ങനെ വേണോ ഇങ്ങനെ വേണോ, നമുക്കൊരു അടുത്തൊരു ഒപ്പീനിയൻ ആരടുത്ത് ചോദിക്കണം എന്ന് തോന്നുമ്പോ ഏറ്റവും ബെസ്റ്റ് എനിക്ക് അനിൽ സാറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, കാര്യം അനിൽ സാറ് ഒരുപാട് ഇപ്പൊ ഏറ്റവും അവസാനം റിപ്പോർട്ടർ ഒരു ബെസ്റ്റ് പൊസിഷനിൽ എത്തിയതിനു ശേഷമാണ് സാർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ്. 24 ഓപ്പൺ ചെയ്തതും അദ്ദേഹം തന്നെയാണ്. കേരളത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ബട്ട് പുതിയൊരു വെഞ്ചറിന്റെ ഭാഗമായിട്ട് ഇറങ്ങേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇറങ്ങി. ഇപ്പൊ നിങ്ങളുടെ ഇനി അല്ലേ പുതിയ വെഞ്ചറിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റാർ മാജിക് നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു റിയാലിറ്റി ഷോ. അതൊരു റിയാലിറ്റി ഷോയ്ക്ക് ഉപരി ഭയങ്കര കണക്ഷൻ ആണ്. അവിടുത്തെ കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ഓഡിയൻസ് ആയിട്ട് ഭയങ്കര, ബാക്കിയെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഒരു വിന്നർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റൗണ്ട്സ് ഉണ്ടെന്ന്. പക്ഷെ സ്റ്റാർ മാജിക് എന്ന് വെച്ചാൽ എനിക്കൊരു തോന്നിയിട്ടുണ്ട് ഒരു ദിവസം അതിൻ്റെ ഇടയിൽ ആ ഗെയിംസ് ഒക്കെ കളിക്കാൻ ഒരു ഫൺ, എന്താ പറയാ, ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ കയറിയ ഫീൽ. അവിടെ ഫൺ ഉണ്ട്, അവിടെ കോമഡി ഉണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് ഇത്രയും സ്വീകാര്യത കിട്ടിയത്. അപ്പൊ അതിലത്തെ ഓരോ പേർക്കും ഭയങ്കര സെലിബ്രിറ്റികൾക്ക് തുല്യം റീച്ചുകളാണ്. ഇപ്പൊ ഇൻക്ലൂഡിങ് ലക്ഷ്മി ചേച്ചി തന്നെ പല സ്ഥലത്തും, അല്ല ലക്ഷ്മി ചേച്ചിയുടെ ഒരു കംബാക്ക് ആയിരുന്നു സ്റ്റാർ മാജിക്, ടമാർ പടാറിലൂടെ വന്നു. അതിലത്തെ ഓരോ കണ്ടസ്റ്റന്റിനെ ഇപ്പൊ ഈ ഷോ തുടങ്ങുമ്പോൾ ചേട്ടൻ വിചാരിച്ചു ഇത്രയും ഹിറ്റ് അല്ലെ ഇത്രയും ജനങ്ങളെ സ്വീകരിക്കുന്നത്, കാരണം വേറെ ഒരു ജോണറും കൂടെ ആണല്ലോ, ആസ് എ പാറ്റേൺ എല്ലാം ഒന്ന് പൊളിച്ചടക്കിയ ഒരു ഷോ ആയിരുന്നല്ലോ. അപ്പൊ ഇത്രയും വിചാരിച്ചിരുന്നോ സക്സസ് ആവുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങളും ഒരു ഹാപ്പി മൂഡിൽ ഷൂട്ട് ചെയ്ത ഒരു ഷോ ആയിരുന്നു അത്. സത്യം പറഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ മാത്രം ഒതുങ്ങി അത് തീരട്ടെ എന്നുള്ള വിചാരിച്ച് ഒരു ഫെസ്റ്റിവൽ പോലത്തെ ഒരു ഷോ മാത്രമായിരുന്നു. അവിടെ അന്ന് ഞങ്ങൾ ഭയങ്കര ഈ പറഞ്ഞ പോലെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സംഭവം ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, പോകുന്നു. അതിന്റെ മുന്നിലും പിറകിലും ഒരേപോലെ തന്നെയായിരുന്നു. ആ ഷോ കാണുന്ന പോലെ തന്നെയായിരുന്നു. അത്യാവശ്യം എല്ലാവരും വോക്ക് ചെയ്ത്, അതൊരു വോക്കല്ലായിരുന്നു, എല്ലാവർക്കും ഒരു ഫെസ്റ്റിവൽ ഒരു ഉത്സവം പോലെ ആയിരുന്നു. അതിന്റെ സെറ്റും എല്ലാം എല്ലാവർക്കും അത്യാവശ്യം ഫ്രീഡം എല്ലാം ഉണ്ടായിരുന്നു. ഞാനും അത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നോക്കുക അത് തന്നെയാണ്. അപ്പൊ ചേട്ടാ ഇപ്പൊ ഈ സ്റ്റാർ മാജിക് തിരിച്ചു വരുന്നുണ്ടോ? കാരണം ചേട്ടൻ ഒരു Q&A ഇട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പൊ എല്ലാരും നെക്സ്റ്റ് ചേട്ടൻ്റെ പുതിയ വെഞ്ചറിനെ കുറിച്ചാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആ സമയത്ത് നമ്മൾ വിചാരിച്ചത് റീലോഡിങ് സ്റ്റാർ മാജിക് 2 അല്ലെങ്കിൽ അത് വീണ്ടും ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അപ്പൊ സ്റ്റാർ മാജിക് തിരിച്ചു വരുന്നുണ്ടോ? ഞാൻ വളരെ യാദൃശികമായി ഇവിടുന്ന് റിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുതിയ എന്ത് നമുക്ക് ആൾക്കാർ ഇപ്പൊ എന്താണ് മാർക്കറ്റ്, നമ്മളുടെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് സരിഗമയുടെ ഒക്കെ പോകുന്ന അപ്ലോഡൊക്കെ ചെയ്യാറുണ്ട്, ലേറ്റസ്റ്റ് പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്.
അപ്പൊ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഗ്യാദർ ചെയ്യാറില്ല ആ ഫോട്ടോസിനും എല്ലാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം റീച്ച് കുറവായിരിക്കും അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു പുതിയൊരു വെഞ്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പൊ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടു, ഒരു Q&A പോലെ പ്ലാൻ ചെയ്തു. അതിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴാണ് മനസ്സിലായത് അത്രയധികം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ഒരു 75-80% ആൾക്കാരും സ്റ്റാർ മാജിക് ചോദിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഇത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും, ഒരേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആക്ച്വലി സ്റ്റാർ മാജിക്കിന് വേണ്ടിയിട്ടല്ല ക്വസ്റ്റ്യൻ ഇട്ടത്, എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാൻ വേണ്ടി, ആൾക്കാര് ഇങ്ങനത്തെ ഷോ ഒക്കെയാണ് കാണുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഒരുപാട് പേര് കണ്ടു. എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ആ സ്റ്റോറി ഒരുപാട് മെൻഷൻസ് വന്നു, ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത്, ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇനി തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ട് മടുത്തില്ല എന്ന് വരെ ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറയണ ഇപ്പൊ കൂടുതൽ പ്രവാസികളാണ് ഞങ്ങളുടെ രാത്രി കാലങ്ങളിൽ ഞങ്ങള് ടയർഡായി വന്ന് കണ്ട് ഉറങ്ങുന്ന ഷോ ആണ്, അത് ഞങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നുണ്ട് പഴയ എപ്പിസോഡ് പിന്നെയും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തു, ഒരുപാട് നമ്മൾ ചെയ്തു. ഇനിയിപ്പോ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല ഇതിനകത്ത് ചെയ്യാൻ, കാരണം അത്രയധികം ഒരു 1000-ഓളം എപ്പിസോഡ് ചെയ്തു പോയ ഷോ ആണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെയാണ് ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം ഗാലറി സെർച്ച് ചെയ്തപ്പോ പഴയൊരു ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ചെറിയ, അതന്ന് റീലോഡ് ചെയ്യുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ അത് ചുമ്മാ അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്ലോഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അത്ര റീച്ച് ഉണ്ടായിട്ടില്ല ഒരു ഫോട്ടോയ്ക്ക്. അപ്പൊ അത്രയധികം വന്ന് കിടക്കുക. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരു വേറൊരു ഗെറ്റപ്പിലാണ് എല്ലാവരും വന്ന് നിന്ന്. ഞാൻ പഴയ ഒരു ക്യാപ്ഷൻ വെച്ച് എഴുതിയിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് വന്ന് മെസ്സേജ്, കമന്റ്, ലൈക്സ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്ര ആൾക്കാര് സ്ഥിരം ഇത് വഴി പോയിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അവരെല്ലാം ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇപ്പോഴും 1 കൊല്ലത്തോളം ആയത് നിർത്തിയിട്ട് ഷോ. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു. ഞാനിപ്പോ ഈവൻ ചെന്നൈയിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും പലരും വന്ന് ചോദിക്കുന്നത് എന്തിനാ ഷോ നിർത്തിയത്. പലരും ഇപ്പോഴും ഞാൻ ഫ്ലവേഴ്സിൽ ഉണ്ടെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ബാക്കി ഇപ്പോഴത്തെ അപ്ഡേഷൻ ഒന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് അത്രയും റീച്ച് ഉണ്ടായിരുന്ന ഒരു ഷോ ആണ്. പലരും ചോദിക്കുന്നു തിരിച്ചു വരുമോന്ന്. അത് അതിന്റെ ഒരു സമയം കഴിഞ്ഞു, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോ തിരിച്ചു വന്നാലും അതിന്റെ അത്ര എത്തുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം എനിക്ക് തന്നെ അത് അതിന്റെ മേലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോ അതുപോലെ വേറെ ഏതെങ്കിലും ഷോ വരുമായിരിക്കും. നന്നായി വരട്ടെ. ഇനി പുതിയ വെഞ്ചറിൽ അതൊക്കെ കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കാറ്. ഇപ്പൊ സ്റ്റാർ മാജിക് ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കും, ഇപ്പൊ അവിടെ അവരെല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്, കാരണം ടീമിന്റെ കല്യാണം അല്ലേ, ടീമിന്റെ കല്യാണം ആയി, അതിന്റെ പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നു. പലരും കുറച്ചു പേരൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ന്യൂ വെഞ്ചറിലേക്ക് പോവാണ്, എപ്പോഴെങ്കിലും മനസ്സിൽ ടെൻഷൻ തോന്നിയിരുന്നു? കാരണം ഇപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാറ്റലൈറ്റ് ചാനൽ വർക്ക് ചെയ്യുന്നു, നല്ല പൊസിഷൻ, ആസ് എ സാലറി ഒക്കെ ആയാലും നമുക്കൊരു ടെൻഷൻ വരില്ല, ഒരു എന്താ പറയാ സെക്യൂർഡ് എന്നൊരു ഫീലായി. അങ്ങനെയല്ലല്ലോ ന്യൂ വെഞ്ചറിലേക്ക് പോകുമ്പോൾ ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്, അല്ലെ എന്തൊക്കെയാണ് പ്ലാൻസും കാര്യങ്ങളും? അല്ല, നമ്മളുടെ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു ചാനലും അങ്ങനെ ചീത്തയായത് കൊണ്ടൊന്നല്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ നമ്മള് ഒരുപാട് കാലം ഒരു സ്ഥലത്തൊക്കെ പോയി താമസിച്ച് നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യണം തോന്നും, ഒരു മാറ്റം വേണം തോന്നും. മാറ്റം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അപ്പൊ പുതിയ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് അതിന് ആ ഏരിയയിൽ കുറച്ചും കൂടിയും എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്താൽ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് ഐസ് ബ്രേക്ക് ആവില്ല നമ്മുടെ കരിയർ. ഒരേ സ്ഥലത്ത് ഞാനിപ്പോ ഓൾമോസ്റ്റ് 10 കൊല്ലം 11 കൊല്ലത്തോളം ഞാൻ ഫ്ലവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനം അതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടല്ല അവിടെ നിന്ന് വന്നത്. എനിക്ക് തോന്നി അത് ഒരുപാട് പീക്കെത്തി, ഇനി എന്തെങ്കിലും മാറ്റി ചിന്തിക്കണം. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഏതെങ്കിലും ഫിലിമോ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാമല്ലോ. സ്റ്റാർ മാജിക് കഴിഞ്ഞു. ആക്ച്വലി സ്റ്റാർ മാജിക് എല്ലാം ഫിനിഷ് ആയതിനു ശേഷമാണ് ഞാൻ ഫ്ലവേഴ്സിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് ആലോചിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യണം, എനിക്ക് ഇനി ചാനലിൽ നിന്ന് ഇറങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ സാറ് വിളിക്കുന്നു, വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വേറൊരു ചാനൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ തോന്നി വേണ്ടായിരുന്നു.
മതി എക്സ്പ്ലോറേഷൻ ഒക്കെ മോനിക്കൊക്കെ മതിയെന്ന് പിന്നെ തോന്നി. മതിയാക്കി ഇതൊക്കെ. കാരണം പുതിയതൊന്നും ചാനൽ വരാനില്ല, എല്ലാം കണ്ടുപോയി. പിന്നെ അൺയൂഷ്വൽ ആയിട്ട് വളരെ റെയർ ആയിട്ട് ആ മിക്ക ചാനൽ വരുന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ടെലിവിഷനും സിനിമയും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷൻ ഒറ്റ ദിവസം കൊണ്ട് എയർ ചെയ്ത് സംഭവം തീർന്നു. സിനിമകൾ പിന്നെയും പിന്നെ നമുക്ക് റുട്ടീനായിട്ട് കാണാൻ പറ്റും. അത് പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് വരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താന്നുള്ളതാണ്. അപ്പൊ ക്രിയേഷനുള്ള സ്പേസുകൾ കുറഞ്ഞു തുടങ്ങി, ബഡ്ജറ്റ് ഇല്ല, നമ്മൾ പറയുന്ന സംഭവങ്ങൾ ചെയ്യാൻ പല പരിമിതികളും ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ സ്ക്യൂസ്ഡ് ആയി പോകും. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി എന്ന് ഉദ്ദേശിച്ച് ഒരിക്കലും ചാനൽ നിൽക്കുന്നത് മണ്ടത്തരായിരിക്കും. നമുക്ക് അത്രയും മതിയെങ്കിൽ അത്രേ ഉണ്ടാവത്തുള്ളൂ. നാളെ നമ്മളുടെ ചുറ്റുമുള്ളവർ ചോദിക്കും അവന്റെ ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ പ്രായത്തിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, അത് എവിടെയാണ് നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് തോന്നുന്നു അവിടെ ചെയ്യുക. മാക്സിമം ഞാൻ ഒരുപാട് റിസ്ക് എടുത്തതാണ് പല ചാനലിലും. എനിക്ക് മനോരമയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ചോദിച്ചിരുന്നു, മനോരമ പോലുള്ള സ്ഥാപനത്തിൽ ഇതിനാണ് ഇറങ്ങുന്നത്, ഇത്രയും നല്ല ജോലിയില്ലേ? ആക്ച്വലി ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യണ പോലെയാണ്, ജോലി കിട്ടിയ പോലെയാണ് വീട്ടുകാരൊക്കെ പറയാ. അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള അപ്പൊ അത് നമ്മളിപ്പോ അടുത്തതിലേക്ക് ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ ആൾക്കാർ ചോദിക്കും സ്റ്റാർ മാജിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത് ഷോ ചെയ്യാം. ആക്ച്വലി നമ്മൾ വേറെ പ്രൊജക്ടുകളൊക്കെ പ്ലാനിങ്ങിലായിരുന്നു. അത് പിന്നെ ബഡ്ജറ്റ് വൈസും അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല, വരുന്നില്ല. അതിനുള്ള സാധ്യതകൾ ഇനി എന്താന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ആക്ച്വലി സിയിൽ വന്നത്. സി ഉള്ളൊരു മോഹിച്ചിട്ടല്ല, എന്റെ കൂടെയുള്ള സാറ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ പിന്നെ അത് അത്ര സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇനിയും കൂടുതൽ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. ദയവായിട്ട് ഇവിടം വരെയൊക്കെ എത്തിച്ചു. ഇനിയും മുന്നോട്ട് അതുപോലെ തന്നെ പോകുന്ന വിശ്വാസമുണ്ട്. ബിഗ് ബോസ് ഒന്ന് ഡയറക്ട് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ റിയ വർക്ക് ചെയ്യുന്നുണ്ട്, റിയ എപ്പിസോഡ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അറിയോന്ന് അറിയില്ല, റിയ ഡബർ പടാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹഫീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്റെ കൊളീഗ്സ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോഴും ഷൂട്ടൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ സരിഗമഴ ഫ്ലോറിനൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ട്. റിയ വരുമ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ റിയ ആയിട്ട് സ്റ്റാറ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ബിഗ് ബോസിലെ ആൾക്കാർ മുഴുവൻ വന്ന് ആരാന്ന് നോക്ക്, ലൈക്ക് അടിക്കുന്നു. കുറെ പേര് ആരൊക്കെയോ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, റിയ നിന്റെ കൂടെ ഫോട്ടോ ഇട്ടതിന് ശേഷം ഭയങ്കര അനക്കമാണ് ഇൻസ്റ്റാഗ്രാമിലെന്ന് പറഞ്ഞു. കുറെ പുതിയ ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ശരി. അപ്പൊ അതാണത്. അപ്പൊ അവര് അത് സ്കിൽഡായി ഇപ്പോ കുറെ ചെയ്ത് ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതിന്റെ ഒരു മൈൻഡ് സെറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മള് കുറച്ച് പഠിച്ച്, എനിക്ക് നേരെ ചിലപ്പോ അവിടെ കയറിപ്പോയി ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മൾ ആ മൈൻഡ് ഗെയിം മനസ്സിലാക്കണം. ഏതൊരു വർക്കാണെങ്കിലും അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനകത്ത് കേറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നാളെ അങ്ങ് പോയി അതങ്ങ് ചെയ്ത് കളയാന്നുള്ള ധാരണയൊക്കെ തെറ്റാണ്. അല്ല, ഏതൊരു കാര്യം അങ്ങനെ ആണല്ലോ, നമുക്കൊരു അതിന്റെ ഡീറ്റെയിൽ പഠിച്ചാൽ അറിയണല്ലോ. അതെ, മനസ്സിലായി. അതുകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ ഉള്ളവര് നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. നമ്മളതിന് ചെയ്ത് കൊളാക്കണ്ടല്ലോ. ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ട്. അല്ല, അത് അങ്ങനെ ഒരു സാധ്യത വരികയാണെങ്കിൽ ആ സമയത്ത് താല്പര്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ ആ സമയത്ത് ആലോചിക്കാം. അല്ല, പുതിയ പടത്തില് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാ, പടത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? കാരണം ഉണ്ട്, ഞാൻ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ തന്നെയല്ലേ? പിന്നെ ഒബ്വിയസ്ലി എങ്ങനെയൊക്കെ, ഏത് ജോണറാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിന്റെ പല ജോണേഴ്സ് ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ട്. ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു അനുവേട്ട ഒരു കോമഡി പടം ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ അതല്ല നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് പറഞ്ഞു നമുക്കൊരു പടം തുടങ്ങാം, നമുക്കൊരു സംഭവം ചെയ്യാം. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു കോമഡി ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. കോമഡി ചെയ്യാൻ തന്നെ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാനൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ജഗതി ചേട്ടന്റെയും അങ്ങനെയുള്ള ഒരുപാട് കോമഡി പഴയതിരുന്ന് കാണാറുണ്ട്. പല സമയത്ത് സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കണ്ടോ അതിലുള്ള കോമഡി ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറയും. എന്നിട്ടാണ് ചില സമയത്ത് സ്പൂഫൊക്കെ കൊണ്ടുവരിക. ഇവന്മാരെല്ലാം കളിച്ച് കൊളാക്കി അതൊരു വേറെ ട്രെൻഡായി. പിന്നെ അപ്പൊ അത് വാക്കിങ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കുറച്ച് പേര് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
രണ്ടു മൂന്ന് പേര് ഇപ്പോഴും പടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ടുണ്ട്. സ്റ്റാർ മാജിക് ചെയ്യുന്ന സമയത്ത് അതിനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇടയ്ക്ക്, ഒരുപാടല്ല കുറച്ചൊക്കെ പേര് ഇടയ്ക്കൊക്കെ വന്ന് കഥ പറയട്ടെ, നമുക്കൊരു സംഭവം ചെയ്താലോ. അപ്പൊ ചേട്ടന് അവരറിയാലോ, ഇവരെ അറിയാലോ. ഞാൻ പറഞ്ഞു അവരറിയാം ഇവരറിയാൻ പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല കഥയുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയാലേ അവന്മാര് വലിച്ചറിയെന്ന് പറഞ്ഞു. അങ്ങനെ പലരും അപ്രോച്ച് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരും ആർട്ടിസ്റ്റുകളെ എല്ലാരും കണക്ഷൻ. അവര് പറയും ചേട്ടാ ഒരു കഥയുണ്ടോ എന്ന് പറഞ്ഞാലോ. അപ്പൊ ചിലപ്പോ നമ്മള് പറയുന്ന ആരെങ്കിലും വരുമ്പോ പറയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ചേട്ടാ ഒരാള് കഥയായിട്ട് വന്നിട്ട് കേൾക്കാം, അത് നീ കേട്ടിട്ട് പറഞ്ഞാൽ മതി, നിനക്ക് ഇഷ്ടപ്പെട്ട വേണേ നമുക്ക് നോക്കാന്ന് പറയും. അപ്പൊ ഞാൻ പറയും അയ്യോ ഞാൻ അങ്ങനെ പറയാന്ന് പറയും. ഞാൻ അങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കും. പടം ചെയ്യണമെന്നുണ്ട്, കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ബട്ട് സ്റ്റാർ മാജിക് തുടങ്ങുന്ന സമയത്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ മാജിക് ആ ടൈമിൽ അങ്ങനെ പോയതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ നാൾ സംഭവിക്കണം ഇത്. അപ്പൊ ചിലപ്പോ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയണം എന്നൊന്നുമില്ല. ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ മൈലേജ് ഇതുവഴിയാണ് എനിക്ക് വന്നത്. എപ്പോഴും ഇപ്പൊ ഞാൻ പല ഇപ്പൊ ഈ ഇടയിലായിട്ട് ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇപ്പൊ തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും ഹൈദരാബാദൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഐഡന്റിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ വണ്ടറായിട്ട് ഡയറക്ടർ എന്ന് ചോദിക്കുക അതേന്ന് പറയാം. അപ്പൊ അവർക്ക് വേണ്ടാണ്, അവര് ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാര് അങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരുപാട് വരാറില്ല, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഞാനും ചിലപ്പോ എന്റെ സാറും കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കൂടുതൽ സെലിബ്രിറ്റി ഉണ്ടെന്ന് പറയും. ഞാൻ ചോദിച്ചാൽ അതാരാന്ന് ചോദിക്കും, ഇങ്ങോട്ട് തിരിച്ചു ഞാൻ തന്നെയായിരുന്നു. ഇപ്പൊ എനിക്ക് പിടിച്ചിരിക്കാൻ നിന്റെ പ്രൊഫൈൽ വെച്ചിട്ടാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ട്. അതെ ശരിക്കും അനുപേട്ടനൊക്കെ ഇപ്പോഴത്തെ ഷോ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ സെലിബ്രിറ്റീസാ. കാരണം ഷോസ് ഹിറ്റ് ആവും തോറും നിങ്ങളും ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതെ, ഞാന് കുറച്ച് ബാക്ക് ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ഫോട്ടോസ് ഒന്നും ഇടാറില്ലായിരുന്നു. സ്റ്റാർ മാജിക് തുടങ്ങിയ സമയത്തൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഡമാർപ്പട അതിന് മുമ്പത്തെ ഷോസ് ഒന്നും ഞാൻ അങ്ങനെ അധികം പഴയ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ ഇട്ടായി ഞാൻ ആദ്യം വിചാരിക്കും ഇതൊക്കെ എന്തിനാന്ന് വിചാരിക്കും. പിന്നെ അത് സ്റ്റാർ മാജിക് തുടങ്ങി. അപ്പൊ ചില ആർട്ടിസ്റ്റുകൾ പറയും ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊളാബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടിട്ടിട്ട് പിന്നെ അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ നോക്കിയപ്പോ അതിന്റെ ഒരു ഹരം കണ്ടു. ആൾക്കാര് പറയുന്നു ചിലപ്പോ ഒന്ന് തെറിവിളി വരുന്നുണ്ട്. രണ്ടുപേരും നല്ലതാണ്. ചില ആൾക്കാർ താഴെ വന്നിട്ട് എപ്പിസോഡ് കൊള്ളൂല അവനെടുത്ത് മാറ്റാൻ പറയും. അപ്പൊ ഞാൻ പറയാം ദേവരാളെ ചിലതൊക്കെ ഫേക്ക് ഐഡി ഒന്നും നോക്കാറില്ല. ഓരോരുത്തരും പിന്നെ ജെന്യൂൻ ആയിട്ട് പറയുന്ന ആൾക്കാർ വരുമ്പോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ കുറെ ആൾക്കാർ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കാൻ വരും. അത് മൈൻഡ് ചെയ്യാറില്ല, കാര്യം ഫേക്ക് ഐഡിയ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും നമ്മളത് പറയാൻ നിന്നിട്ട് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇടയ്ക്ക് കുറച്ച് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മൾ ചെയ്തിട്ട് ആരും ഒന്നും പറയുന്നില്ല, അതാണ് ഏറ്റവും വലിയ പരാജയം. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുമ്പോ നമുക്കത് ചിലപ്പോ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതിലൂടെയാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റോറീസ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആൾക്കാര് അത് വേണം ഇത് വേണം അത് വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് പൾസ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ വളരെ ഉപയോഗമായിട്ടുണ്ട്. അതെ, ഇപ്പൊ സരിഗമപ്പ ചെയ്യുന്നോണ്ട് ചോദിക്കണം, നല്ല പാട്ടുകാരനാണോ അനുപേട്ടൻ? അയ്യോ, പാട്ട് പാടത്തേ ഇല്ല. പിന്നെ ഒരു മൂളെങ്കിലും ചെയ്യൂലോ. പാട്ടിന്റെ 4 വരെയൊക്കെ ഇത്രയും സരിഗമപ്പ ഇത്ര എപ്പിസോഡ് ചെയ്തപ്പോ എന്തായാലും പാട്ട് എന്തായാലും പാട്ട് ആസ്വദിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പാട്ടിന് പറ്റിയ ആളൊന്നല്ല. പാട്ടിന് പറ്റിയ ആളെന്ന് വെച്ചാൽ പാട്ട് പാടാൻ പറ്റിയ ആളല്ല. ഞാൻ പാടില്ല. ഞാന് കൊറേ കേൾക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട് പാട്ടുകൾ. മൂളിപ്പാട്ട് പോലും പാടാറില്ല. മൂളിപ്പാട്ടൊക്കെ പാടും, പക്ഷെ ഇത് ഇവിടെ പാടി കഴിഞ്ഞാൽ ഹിറ്റാവും. ഫാൻസ് കൂടിയാലോ അല്ലേ? അല്ലാതെ എല്ലാവരും ഇറങ്ങി പോയാലെന്ന് വിചാരിച്ചോട്ടാ. അപ്പൊ എല്ലാം അടിപൊളി ആവട്ടെ. കിട്ടിയില്ലേ? കിട്ടി, ആവശ്യത്തിന് കിട്ടി. സന്ധിക്കും വരും വണക്കം.
അപ്പൊ താങ്ക് യു നിങ്ങള് വിളിച്ചതിനും അതെ കന്നയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷം. സന്തോഷം. ഇതിന്റെ ഷോ പ്രൊഡ്യൂസർക്കും താങ്ക് യു പറയാണ്. എവിടെ ഉണ്ട് പുറത്ത് ഇവിടെ എവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടാവും. പുള്ളി. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കിയായിരുന്നു 2 ക്യാമറയും വെച്ച് 2 ആൾക്കാരൊക്കെ ഇരുന്നതിന് ശേഷം പുള്ളി കഥ കടത്തി പോയി കളഞ്ഞു. അതല്ലല്ലോ എന്റെ ഷോ വരുമ്പോ ഇങ്ങനെയാ. ഞാൻ കണ്ടന്റ് എടുക്കുന്നുള്ള കോൺഫിഡൻസ് ആണ്, അറിയാലോ അതിന്റെ ആൾക്കാരല്ലേ. ദൈവമേ. അപ്പൊ അടിപൊളി, നല്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. അപ്പൊ പൊളിക്ക്. ഓക്കെ.